ആദ്യം കാണാൻ കഴിഞ്ഞ ദിവസം ഹരിപ്പാട് ദേശീയപാതയിൽ വെച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട സത്താറാജിയും അവരുടെ മകൾ ആലിയും അവരുടെ വീഡിയോ ആണിത്. ഈ വീഡിയോ കാണുമ്പോൾ നമ്മളൊക്കെ ഏറെ സങ്കടപ്പെടുത്തുന്നുണ്ട്. കാരണം മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാനാണ് സത്താറാജി നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് സത്താറാജി വരുമ്പോൾ ഭാര്യയും മക്കളും ഒക്കെ എയർപോർട്ടിൽ വെച്ച് സ്വീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇവർ സഞ്ചരിച്ച കാറ് നിർത്തിയിട്ട ലോറിക്ക് പിറകെ അടിച്ചിട്ടാണ് ആ അപകടം സംഭവിച്ചത്. കാർ ഓടിച്ച ഒരുപക്ഷെ അദ്ദേഹം ഉറക്കത്തിന്റെ ഇതിലായിരിക്കാം. കാരണം അന്ന് രാത്രി മുഴുവനും ഉറക്കം ഓടിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി പിന്നീട് അവരെ സത്താറാജിനെയും കൂട്ടി അതേ രീതിയിൽ തന്നെ തിരിച്ചു വരുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. പലപ്പോഴും ഇതുപോലെയുള്ള അപകടങ്ങൾ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം ഈ ഉറക്കം ഒളിച്ചിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. അതായത് ഇതുപോലെ യാത്ര അയക്കാനും അതുപോലെ തന്നെ വരുന്നവരെ സ്വീകരിക്കാനും ഒക്കെ എയർപോർട്ടിലേക്ക് പോകുന്നവർ രാത്രി മുഴുവനും ഡ്രൈവിംഗ് ആയിരിക്കും. രാത്രി മുഴുവനും ഉറക്കം ഒഴിച്ചിട്ടുള്ള ഡ്രൈവിംഗ് ആയിരിക്കും. പിന്നീട് പുലർച്ചെ അവർ അവിടെ എത്തി അവിടെ നിന്ന് വരുന്നവരെ സ്വീകരിച്ച് അവരുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങും. മനുഷ്യന്റെ ഒരു ഇതാണ്, ഈ ഉറക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധ മതി, ഒരു നിമിഷത്തെ ഒരു ഇത് മതി ഈ അപകടം, ഇതുപോലുള്ള അപകടം സംഭവിക്കാൻ. ഇവിടെ അപകടം സംഭവിച്ചത് നിർത്തിയിട്ട ലോറിക്ക് പിറകെയാണ് ചെന്ന് ഇടിക്കുന്നത്. അങ്ങനെയാണ് സത്താറാജിയും അദ്ദേഹത്തിന്റെ മകൾ ആലിയും മരണപ്പെടുകയും ആ കാറിൽ ഉണ്ടാകുന്ന 4ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുപോലെ എയർപോർട്ടിൽ മറ്റൊക്കെ പോകുന്നവർ തീർച്ചയായിട്ടും ഉറക്കം ഒഴിവാക്കിയിട്ടുള്ള യാത്ര നിർത്തണം. ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഉറക്കത്തിലുള്ള ഇത് ഉണ്ടെങ്കിൽ വാഹനം എവിടെയെങ്കിലും വെച്ച് നിർത്തി കുറച്ച് വിശ്രമിച്ച ശേഷം മാത്രം വാഹനം ഓടിക്കുക. അപ്പൊ ഇതുപോലെ ഉറക്കമൊക്കെ ഒഴിച്ചുകൊണ്ട് ഡ്രൈവിംഗ് ചെയ്യുന്നവർ ഒരു അപകടത്തിലേക്ക് ചെന്നുവിടാൻ ഏറെ സാധ്യതയുണ്ട്. സത്താറാജിയെ പറഞ്ഞു കേട്ടിടത്തോളം നല്ലൊരു മനുഷ്യ സ്നേഹി എന്നാണ്. ഇപ്പൊ മദീനയിലൊക്കെ ഹജ്ജിന്റെ തീർത്ഥാടന വേളയിൽ എത്തുന്നവർക്ക് എല്ലാവിധ സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം ഏവരെയും പുഞ്ചിരിച്ചുകൊണ്ടാണ്, ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം മകളുടെ വിവാഹത്തിന് നാട്ടിലേക്ക് വരുന്നത്. ഏതായാലും മകളുടെയും വാപ്പയുടെയും കബറിടം സ്വർഗീയമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം.